ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. സോ നമുക്കിവിടെ ഈ വീഡിയോയിൽ ഇനി പറയാനുള്ളത് EVSലത്തെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. പരിസര പഠനം. ആദ്യത്തെ ചോദ്യം 1 മാർക്കിൻ്റെതാണ്. തന്നിട്ടുള്ള ജീവികളിൽ ഉഭയജീവി ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ആമ, നീർക്കോലി, തവള, ഞണ്ട്. ഉത്തരം വരുന്നത് തവളയാണ്, ഓപ്ഷൻ സി. ഉഭയജീവി എന്നാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, വിട്ടുപോയത് പൂരിപ്പിക്കുക. ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ. ബീഹാറിൻ്റെ തലസ്ഥാനമാണ് പാറ്റ്ന. ഇനി അടുത്തത് നിങ്ങളോട് ഗോവയുടെ തലസ്ഥാനമാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഗോവയുടേത് പനജിയാണ്, നിങ്ങൾ അവിടെ പനജി എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ആസാമിൻ്റെത് അവിടെ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ചുറ്റുപാടിലെ പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ജീവി ഏതാകും? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, മീനാണ്. മീനുകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അടുത്തത് നാലാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: എ വിനാഗിരി, ബി ഐസ്, സി മോര്, ഡി കഞ്ഞിവെള്ളം. ഇവിടെ നോക്കിക്കേ, ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിനാഗിരി, മോര്, കഞ്ഞിവെള്ളം ഒക്കെ ദ്രാവകങ്ങൾ ആണ്. ദ്രാവകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെള്ളം പോലെ ഒഴുകുന്നതാണ്, ഒഴുകാൻ കഴിയുന്നതാണ് ദ്രാവകം എന്ന് പറയുന്നത്. സോ ഇവിടെ മോരും വിനാഗിരിയും ഒക്കെ എന്താണ്? ദ്രാവകങ്ങളാണ്. എന്നാൽ ഐസ് ദ്രാവകമല്ല, അതൊരു ഘനമാണ്, അതായത് സോളിഡ് ആണ്. മറ്റുള്ളതൊക്കെ ലിക്വിഡ് ആണ്. മനസ്സിലായല്ലോ? സോ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി, ഐസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമേത്? ശരിയായിട്ടുള്ള ഉത്തരം ഒട്ടകമാണ്. മരുഭൂമിയിൽ ഒരുപാട് ദൂരം നടക്കാനും ഒരുപാട് ഭാരങ്ങൾ ചുമക്കാനൊക്കെ കഴിവുള്ള ജീവി. അതുകൊണ്ടാണ് ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്. പരിസര പഠനം വിഷയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്കിനി ഗണിതം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും വലിയ 4 അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ കുറച്ചാൽ എത്ര ലഭിക്കും? ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ നമ്മൾ പല ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട് അല്ലേ? അതിന് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്നറിയണം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9999 ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 10,000 ആണല്ലോ തൊട്ടടുത്ത നമ്പർ. അപ്പോൾ 5 അക്ക സംഖ്യമായി പോവും. സോ അവസാനത്തെ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 9999 ആണ്. പിന്നെ നമ്മൾ ഇനി അറിയേണ്ടത് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണെന്നാണ്. അത് 100 ആണല്ലോ. 100 ആണ് ആദ്യത്തെ ഏറ്റവും 3 അക്ക സംഖ്യ എന്ന് പറയുന്നത്. 100ന്റെ തൊട്ട് ബേക്കിലുള്ള സംഖ്യ 99 ആണ്. അത് 2 അക്ക സംഖ്യ ആയി പോവും. സോ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 100 തന്നെയാണ്. ഈ നമ്മളോട് ചോദിച്ചത് ഇത് രണ്ടും കുറച്ചാൽ എത്ര കിട്ടും എന്നാണ്. അതായത് 9999 നിന്നും 100 കുറച്ച് നോക്കാം. കുറയ്ക്കുമ്പോൾ നമുക്ക് 9899 എന്നാണ് കിട്ടുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, വിട്ടുപോയത് പൂരിപ്പിക്കുക. ഇത് റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റോമൻ സംഖ്യയിൽ എങ്ങനെ നമുക്ക് കണ്ടെത്തി എഴുതാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാലും മതി. ഇവിടെ നമുക്ക് ചോദ്യം നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, 20 x എന്ന് തന്നിട്ടുണ്ട്. റോമൻ സംഖ്യയിൽ x സൂചിപ്പിക്കുന്നത് 10 എന്ന നമ്പറിനെയാണ്. സോ ഇവിടെ x തന്നത് 10 + 10 20 ആണല്ലോ. നമുക്കറിയാം റോമൻ സംഖ്യയിൽ കുറച്ച് അക്ഷരങ്ങൾ, കുറച്ച് സംഖ്യകളെയാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഇനി രണ്ടാമത്തേത് നോക്കിക്കേ,
50 L എന്നാണ് തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ആയിട്ടാണ്. അതായത് L സൂചിപ്പിക്കുന്നത് 50 എന്ന സംഖ്യനെയാണ്. ഇനി മൂന്നാമത്തേത് നമ്മളോട് എഴുതാനാണ്. 90 തന്നിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് റോമൻ സംഖ്യയിൽ സൂചിപ്പിക്കാം? റോമൻ സംഖ്യയിൽ എഴുതുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. 90 നമ്മൾ എങ്ങനെയാണ് എഴുതുക? സി എന്ന് സൂചിപ്പിക്കുന്നത് 100-നെയാണ്. എക്സ് സൂചിപ്പിക്കുന്നത് 10-നെയാണ്. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സി എന്ന് എഴുതാം. വലിയ സംഖ്യയുടെ മുൻപേ ആയിട്ട് ചെറിയ സംഖ്യ എഴുതാൽ അത് മൈനസ് ആവും. അതായത് എക്സ് സി എന്ന് എഴുതുമ്പോൾ 100-ൽ നിന്ന് 10 കുറയ്ക്കുക എന്നാണ് വരുന്നത്. അതായത് 90 അല്ലേ, 100-ൽ നിന്ന് 10 പോയാൽ 90. സോ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എക്സ് സി എന്നാണ്. നാലാമത്തെ ചോദ്യം, മൈലാഞ്ചി ഫെസ്റ്റിന് എത്തിയ ആദ്യ ടീമിന് നൽകിയ ചെസ് നമ്പർ 1045. 20ാമതായി എത്തിയ ടീമിന് ലഭിച്ച ചെസ് നമ്പർ എത്രയാകും? ഇവിടെ 10ാമത്തെ ആളുടെ ചെസ് നമ്പർ തന്നിട്ടുണ്ട്, 1045. 20ാമത്തെ ആളുടേതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 10ാമത്തെ ആൾ കഴിഞ്ഞിട്ട് 20 ആൾക്കാരുണ്ടാവില്ല. 20ാമത്തെ ആളെന്ന് പറയുമ്പോൾ 19 ആൾക്കാർ കഴിഞ്ഞിട്ടാണ് 20ാമത് വരുന്നത്. ഓക്കെ, ഓരോ ആൾക്കാരുടെയും ഓരോ നമ്പർ വീതമാണല്ലോ കൂടി പോവുക. അതായത് 11ാമത്തെ ആളുടെ നമ്പർ എന്ന് പറയുന്നത് 1046 ആയിരിക്കും. 12ാമത്തേത് 1047. അങ്ങനെ 19 ആൾക്കാർ കഴിഞ്ഞിട്ടാണല്ലോ 20ാമത്തെ ആൾ വരിക. സോ നിങ്ങൾ 1045-നോട് 19 കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1064 എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ 20ാമതായി എത്തിയ ടീമിൻ്റെ ചെസ് നമ്പർ 1064. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം, അതിരാവിലെ 5:30 പുറപ്പെട്ട വിനോദയാത്ര സംഘം ഉച്ചയ്ക്ക് 2:15 ലക്ഷ്യസ്ഥാനത്തെത്തി. എത്ര സമയം യാത്രക്കെടുത്തു? നിങ്ങൾക്ക് നേരമായി എന്ന് പറഞ്ഞൊരു പാഠം പഠിക്കാനുണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട്, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ സമയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ 5:30 പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 2:15 സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ എത്ര സമയമാണെന്ന് നമുക്ക് നോക്കാം. 5:30, 5:30 രാവിലെ 5:30 AM അവർ തുടങ്ങുന്നത്. അവസാനിക്കുന്നത് 2:15 PM ഉച്ചയ്ക്കാണല്ലോ. ഇതുവരെയുള്ള സമയമാണ് നമ്മൾ കാണേണ്ടത്. സോ നമുക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 5:30 മുതൽ 5:30 AM മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം നമുക്ക് ആദ്യം കണക്ക് കൂട്ടാം. ഇത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ രാവിലെ 5:30 മുതൽ 12 മണി വരെ എത്ര സമയമാണുള്ളത്? 5:30 മുതൽ 6:30 വരെ ആകുമ്പോൾ 1 മണിക്കൂറായി അല്ലേ? ഇനി 7 ആകുമ്പോൾ 2 മണിക്കൂർ, 8:30 ആകുമ്പോൾ 3 മണിക്കൂർ, 9:30 ആകുമ്പോൾ 4 മണിക്കൂർ, 10:30 ആകുമ്പോൾ 5 മണിക്കൂർ, 11:30 ആകുമ്പോൾ 6 മണിക്കൂറായി. 12:30 ആവണോ? വേണ്ട, 12 മണി വരെയുള്ള സമയമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. സോ ഇവിടെ 6 മണിക്കൂറാണ്. 7 മണിക്കൂറില്ല. 7 മണിക്കൂറാകുമ്പോൾ 12:30 ആയിപ്പോവും. സോ ഇവിടെ കറക്റ്റ് 6 മണിക്കൂറാണുള്ളത്. പിന്നെയോ 11:30 ആവേ ഉള്ളൂ. 11:30 മുതൽ 12 മണി വരെ 30 മിനിറ്റുമുണ്ട്. സോ ഇവിടെയുള്ള സമയം എന്ന് പറയുന്നത് 6 മണിക്കൂറും 30 മിനിറ്റുമാണ്. 12 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നമുക്ക് 12 മണി വരെ അല്ല കാണേണ്ടത്, 2:15, 2:15 വരെയാണ്. സോ നമുക്ക് ഇനി 12 മുതൽ 2:15 വരെ എത്ര സമയമുണ്ടെന്ന് നോക്കാം. അത് എളുപ്പത്തിൽ കിട്ടും. 12 മണി മുതൽ 1 മണി വരെ 1 മണിക്കൂർ, 2 മണി ആകുമ്പോൾ 2 മണിക്കൂർ, പിന്നെ 15 മിനിറ്റും. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ഇവിടെയുള്ള സമയം എന്ന് പറയുന്നത്. നമുക്ക് ആകെ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി നോക്കാം. അതായത് 6 മണിക്കൂറും 30 മിനിറ്റും 2 മണിക്കൂറും 15 മിനിറ്റും കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, മിനിറ്റുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, മണിക്കൂറുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നൊക്കെ. ഓക്കെ, സോ ഇവിടെ 6:30
കൂട്ടണം 2:15 0 5 കൂട്ടുക, മിനിറ്റുകൾ തമ്മിൽ മാത്രം കൂട്ടുക. 0 5 5 3 1 4 45 മിനിറ്റ് എന്ന് കിട്ടി. ഇനി എത്ര മണിക്കൂറാണ്? 6 2 8 8 മണിക്കൂറും 45 മിനിറ്റുമാണ്. സോ നമ്മുടെ എടുത്ത സമയം, യാത്രയ്ക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് ഉത്തരം 8 മണിക്കൂറും 45 മിനിറ്റുമാണ്. സിമ്പിൾ അല്ലേ? അടുത്തത് മലയാളം വിഷയത്തിൻ്റെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, 5 മാർക്കിൻ്റെതാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യ ചെയ്തികൾ കാണിക്കുന്ന ഒരു കവിതയുടെ തുടക്കമാണിത്. 4 വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കുക. അനുയോജ്യമായ തലക്കെട്ടും നൽകുക. ഇവിടെ നിങ്ങൾക്ക് കവിതയിലെ 4 വരികൾ തന്നിട്ടുണ്ട്, വായിക്കാം. പച്ച വിരിച്ച് ചമഞ്ഞു നിന്ന പുഞ്ചപ്പാടം എവിടെ പോയി, മണ്ണും കല്ലും തട്ടി നികത്തി പുഞ്ചപ്പാടം മായ്ച്ചു കളഞ്ഞു. ഇത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. പച്ച വിരിച്ചിങ്ങനെ നിൽക്കുന്ന നമ്മളെ പുഞ്ചപ്പാടം എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അത് മണ്ണും കല്ലൊക്കെ ഇട്ടിട്ട് അത് മണ്ണൊക്കെ ഇട്ട് നികത്തി മായ്ച്ചു കളഞ്ഞു എന്ന് പറയാണ്. സോ ഇതുപോലെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന, അതായത് പ്രകൃതിയെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു 4 വരികളാണ് ഇവിടെ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഒരു തലക്കെട്ടും കൂടി കവിതയ്ക്ക് നിങ്ങൾ നൽകണം. ഞാനിവിടെ 4 വരി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. കാറ്റിലാടുന്ന മരങ്ങളെല്ലാം എവിടെ പോയി, എല്ലാം വെട്ടി നശിപ്പിച്ചു, എല്ലാം കാണാതെയായി. കുത്തനെയുള്ള കുന്നുകൾ എവിടെ പോയി, എല്ലാം ഇടിച്ചു നിരത്തി, എല്ലാം നഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി ചേർക്കാവുന്നതാണ്. പ്രകൃതിയുടെ നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടായിരിക്കണം നമ്മുടെ വരികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം തന്നിട്ടുള്ള വരികളുടെ തുടർച്ചയായിരിക്കണം നമ്മൾ എഴുതുന്നത്. ഒരു തലക്കെട്ട് കൂടി നൽകാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രകൃതിയുടെ നഷ്ടം എന്ന തലക്കെട്ടായി കൊടുക്കാം. അടുത്തത് ഇംഗ്ലീഷ് വിഷയത്തിലെ ഒരു ചോദ്യമാണ്. റീഡ് എ റിഡിൽ അബൌട്ട് ഫയർഫ്ലൈ, റൈറ്റ് എ റിഡിൽ അബൌട്ട് ബട്ടർഫ്ലൈ. നിങ്ങൾക്കിവിടെ ഫയർഫ്ലൈനെ കുറിച്ച് ഒരു റിഡിൽ ചൊല്ല് തന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ ബട്ടർഫ്ലൈനെ കുറിച്ചൊരു റിഡിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തയ്യാറാക്കി നോക്കാം. ഐ ഹാവ് വിങ്സ് ബട്ട് ഐ എം നോട്ട് എ പ്ലെയിൻ. എനിക്ക് ചിറകുകളുണ്ട്, പക്ഷേ ഞാനൊരു പ്ലെയിൻ അല്ല. ഐ ഹാവ് കളേഴ്സ് ബട്ട് ഐ ഡോണ്ട് വിയർ ക്ലോത്ത്സ്. എനിക്ക് പല കളേഴ്സ് ഉണ്ട്, ഞാൻ പക്ഷേ വസ്ത്രങ്ങൾ ധരിക്കാറില്ല. ഐ ലവ് ടു സിറ്റ് ഓൺ ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കളിൽ ഇരിക്കാൻ ഇഷ്ടമാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഇങ്ങനെയാണ് നിങ്ങൾ റിഡിൽ ചൊല്ല് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഇംഗ്ലീഷിൽ റിഡിൽസ് തയ്യാറാക്കാനൊക്കെ ചോദിച്ചിരുന്നു അല്ലേ? സോ ഇതേപോലെ റിഡിൽസ് തയ്യാറാക്കി നിങ്ങൾ പഠിക്കണം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.